പ്രിയമുള്ളവരെ, മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിനോടകം നമ്മൾ പലരെയും മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടാനിടയായി. പലരുടെയും ജീവിതാനുഭവങ്ങൾ നമ്മളെ ഏറെ സ്വാധീനിച്ചു. ഇന്ന് ഒരു പുതിയ പ്രമേയവുമായി ആലപ്പുഴ പൂങ്കാവ് പള്ളി ഇടവകാംഗമായ ലുസ്യാമ്മ എന്ന ഒരു മ്യൂസിക് ടീച്ചറിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവർക്കും അങ്ങോട്ട് സ്വാഗതം. ടീച്ചർ സാധാരണ ടി വി ഒക്കെ കാണാറുണ്ടോ? സീരിയലൊക്കെ കാണും. അല്ലാതെ നമ്മുടെ ഈ സീരിയൽ ഇതിനകത്ത് ഇതുമെല്ലാം കണ്ടിട്ടുണ്ടോ? ഈ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാം ഉണ്ട്, അങ്ങനെയുള്ള വല്ല പ്രോഗ്രാമുകൾ കണ്ടിട്ടില്ല? ഇന്ന് മനസ്സ് നിറഞ്ഞെന്ന ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ഗുഡ്നസ് ടി വിന്ന് വന്നിരിക്കുക, ടീച്ചറിനെ ഒന്ന് കാണാനും ടീച്ചറിൻ്റെ ദൈവാനുഭവങ്ങളൊക്കെ ഒന്ന് കേൾക്കാനും വേണ്ടി. അപ്പോൾ അതിന് ഞങ്ങളോടൊത്ത് ആയിരിക്കുന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ ടീച്ചറിന് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? ഇപ്പം എനിക്ക് 86 കഴിഞ്ഞ്. ഇപ്പോഴും സംഗീതം പഠിപ്പിക്കുന്നുണ്ടല്ലോ പിള്ളേരെ? ഉണ്ട്. 86-ാമത്തെ വയസ്സിലും സംഗീതം പഠിപ്പിക്കുന്ന ടീച്ചർ തീർച്ചയായും സഭയ്ക്കൊരു അനുഗ്രഹമാണ്. സഭയ്ക്കെന്നല്ല, നാട്ടുകാർക്ക് തന്നെ. എങ്ങനെയാണ് ഈ സംഗീതത്തിലേക്ക് ഇങ്ങനെ വരാൻ കാരണമായ സംഭവം എന്ന് പറയുന്നതിന് മുമ്പ് ആ കുടുംബത്തിലെ അന്തരീക്ഷം ഒന്ന് പരിചയപ്പെടുത്താമോ? വീട്ടിലെ കാര്യങ്ങളൊക്കെ. ഞാൻ ജനിച്ചത് വളർന്നത് ഒരു 5-8 വയസ്സ് വരെ വളർന്നത് തിരുവാമ്പാടിയിലാണ്. അപ്പൻ്റെ വീട് തിരുവാമ്പാടിയിലായിരുന്നു, കുടുംബ വീട്. അപ്പൻ്റെ ജോലി സംഗീതം പഠിപ്പിക്കില്ല, ഭാഗവതരായിരുന്നു. അപ്പൻ്റെ പേര് PX ജോസഫ്. ജോസഫ് ഭാഗവതർ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഇഷ്ടംപോലെ പിള്ളേരുണ്ടായിരുന്നു പഠിപ്പിക്കാനായിട്ട്. നാദസ്വരമൊക്കെ വായിക്കാൻ പഠിപ്പിക്കുമായിരുന്നു. നാദസ്വര കച്ചേരിയൊക്കെ നടത്തുമായിരുന്നു ആ പിള്ളേരൊക്കെ. ആ ദക്ഷിണാമൂർത്തി സാർ അപ്പൻ്റെ കൂടെ പഠിച്ച ആളാണ്, അപ്പൻ്റെ കൂട്ടുകാരനാണ്. അവരെല്ലാവരും ഉണ്ണിത്താൻ സാറിൻ്റെ ശിഷ്യന്മാരായിരുന്നു ആലപ്പുഴ. അവരുടെയൊക്കെ വീട് അകലെ അകലെ ആയത് കാരണം സാറിൻ്റെ വീട്ടിൽ തന്നെ ഗുരുകുലത്തിൽ തന്നെ പഠിക്കുകയായിരുന്നു അവർ. അങ്ങനെ ഇവർ സമയം കിട്ടുമ്പോഴൊക്കെ വീട്ടിൽ വരും. ഞാനൊന്ന് ചെറുതാണ്. അങ്ങനെയൊക്കെ എനിക്ക് അറിയാം അവരെല്ലാവരെയും. ഇത്രയേ ഉള്ളൂ. വീട്ടിൽ പിള്ളേരെ പഠിപ്പിക്കുമായിരുന്നു അപ്പൻ. അവരുടെ കൂടെ ഞാനും പോയി ഇരുന്ന്. അപ്പനെ അറിയത്തില്ല ഞാൻ പഠിക്കുന്നുണ്ടെന്ന്. എൻ്റെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇരുന്ന് കീർത്തനം വായിക്കാനും പാടാനും ഒക്കെ തുടങ്ങി. അപ്പന് ഭയങ്കര സന്തോഷമായി. പിന്നെ അപ്പൻ എന്നെ കുറേ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൻ്റെ ശിഷ്യന്മാർ വരുമ്പോൾ അവരോട് ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറയും. അങ്ങനെ ഇരുന്ന് പാടി വന്നപ്പോൾ അങ്ങനെ ഞാനും പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ ഇളയത്തങ്ങൾ 11 പേര്, 12 മക്കളാണ്. അതിലിപ്പോൾ 4 പേര് പെട്ടെന്നാണ് മരിച്ചത്. ബാക്കി 8 പേരുണ്ട് ഇപ്പം ഞങ്ങൾ. ഒരാൾ മദ്രാസിലാണ്, അവനും സംഗീതം തന്നെ പഠിപ്പിക്കുന്നത്. ബാക്കി എല്ലാവരും ചെറിയ ചെറിയ വേറെ ജോലികളൊക്കെയാണ് ചെയ്യുന്നത്. ടീച്ചർ ഇത് എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ കാണാൻ തുടങ്ങിയ കാലം മുതൽ ടീച്ചർ ഒരു ടീച്ചറാണ് വാസ്തവത്തിൽ സംഗീതം പഠിപ്പിക്കുന്നത്. അത് പല സ്ഥലങ്ങളിലും പോകുന്നതാണ്, എവിടെയൊക്കെ ഒന്നും അറിയത്തില്ല. നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ സെൻറ്റ് ജോസഫിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സെൻറ്റ് ജോസഫ് സ്കൂളിലോ? ലിയോത്തട്ടത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സ്കൂള് ചെറിയ ചെറിയ സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ. അവിടെ എല്ലായിടത്തും പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വായനശാലകളിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ ആഴ്ച 2 ദിവസം അവിടെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ വർഗീസേട്ടനും ചേച്ചി എന്ന് പറഞ്ഞാൽ പള്ളിയിലെ ചർച്ച പോരിലൊക്കെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് കൂടുതൽ പാട്ടിലും. അപ്പോൾ അത് വർഷേട്ടൻ്റെ കാര്യം പറയുമ്പോഴാണ് ഓർത്തത്, ഇതുവരെ ഭർത്താവിനെയും മക്കളെ പരിചയപ്പെടുത്തിയില്ല. ഇവിടെ ഉള്ളവരൊന്ന് പരിചയപ്പെടുത്തുക. ഭർത്താവ് പൂങ്കാവിൽ തന്നെ ഉള്ളതാണ്. പള്ളി വാതിക്കലാണ് വീട്. വർഗീസ് എന്നാണ് പേര്. എനിക്ക് 2 മക്കൾ. അവർ രണ്ടുപേരും ഒരുവിധം പാടും. മോള് ഇതുപോലെ കൊയറിലൊക്കെ ഉണ്ടായിരുന്നു. മോനും അവർ 2 പേരും. മകൾക്ക് 1 മകൻ, മകൻ 1 മകള്. മരുമകള് ജാൻസി, സഹൃദ ആശുപത്രി. മകളുടെ ഭർത്താവ് മരിച്ചുപോയി. അയാൾ ആശുപത്രിയിൽ
ജീവനക്കാർ ക്ലർക്കായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ പൂങ്കാവല്ലിയോടനുബന്ധിച്ചാണ് ഞാൻ ഭക്തി ഗാനങ്ങൾ കൂടുതൽ കേട്ടിരിക്കുന്നത്. പൂങ്കാവിൽ തീർത്ഥാടനത്തിൽ വരുന്ന മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ ഈ ദമ്പതിമാരുടെ ഗാനം, ആ ഭാര്യ ഭർത്താക്കന്മാർ പാടുന്ന പാട്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ വന്ന് എങ്ങനെയാന്ന് പറയാമോ? അത് 63-ലായിരുന്നു ഞങ്ങളുടെ കല്യാണം. ഫെബ്രുവരിയിലായിരുന്നു കല്യാണം. 2 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു കുരിശിൻ്റെ വഴി. കുരിശിൻ്റെ വഴിയിൽ ഇദ്ദേഹം പാടാനായിട്ട് ഒരുങ്ങി വരുന്നു. അപ്പോൾ വന്നവർ ഇവരുടെ കൂട്ടുകാരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പാടി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് നിർബന്ധമായിട്ട് കെ.പി. ജോസഫ് സാറ് നമ്മുടെ 10-65 പാട്ടുകൾ എഴുതിയ നമ്മുടെ ബോബിയച്ചൻ്റെ അപ്പച്ചൻ. അത് തന്നെ. പുള്ളിക്കാരൻ ഇവിടെ വരും, വന്ന് പാട്ട് എഴുതി എന്നെ കൊണ്ട് ആദ്യം ഒന്ന് പാടിച്ചു നോക്കി. ഈ 86-ാമത്തെ വയസ്സിൽ അതൊന്ന് പാടാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പാടാൻ പറ്റുമോ ഞങ്ങൾക്ക് വേണ്ടി? ഇപ്പോഴാ അന്ന് പാടിയ പാട്ട് കുരിശിൻ്റെ വഴി. വിണ്ണിലേക്കെന്നെ വിളിക്കാനായി നീ കാൽവരിയേറിയില്ലേ, കണ്ണീരു തൂകി നിന്തിരുക്കാലടി തേടി വരുന്നു ഞാൻ, തേടി വരുന്നു ഞാൻ. 61 വർഷം മുമ്പ് പാടിയ പാട്ട് 86-ാമത്തെ വയസ്സിൽ പാടിയതാണ്. എന്നാലും ഞങ്ങൾക്ക് വളരെ അപ്പീലിംഗ് ആയിരുന്നു. നന്നായിരുന്നു കേട്ടോ. കൊള്ളാം. പിന്നീട് ഇതെങ്ങനെ വളർന്നു ഈ വിശദീകരിക്കാമോ? പള്ളിപ്പാട്ടുകളൊക്കെ വരുന്നതും പിന്നെ കൊയർ രൂപീകരിച്ചൊക്കെ ഒന്ന് പറയാമോ? കൊയറിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ എന്നെ വിളിപ്പിച്ച്. ഏതച്ഛൻ? പൊള്ളയിലച്ഛൻ, ജോസഫ് പൊള്ളേ. അപ്പോൾ ഇവിടെ അടുത്തൊരു കലാനികേതൻ, ഒരു വായനശാല ഉണ്ടായിരുന്നു. അവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടി ഇവിടെ വന്ന് എന്നോട് ചോദിച്ചിട്ട് വികാരി അച്ഛനുണ്ടെങ്കിലും ചെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ വികാരി അച്ഛനാണ് പറഞ്ഞത്, ഇവിടെ നമുക്ക് കൊയറില്ല, നമ്മുടെ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു കൊയർ സംഘടിപ്പിക്കണം, പിള്ളേരെയൊക്കെ. അപ്പോൾ നമ്മുടെ പറത്തറയിൽ ഒരു സാറുണ്ടായിരുന്നല്ലോ, കുഞ്ഞപ്പ സാറും നല്ല പിള്ളേരെയൊക്കെ സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു പോയി. അങ്ങേര് വന്ന് 2 നല്ല പാടുന്ന പിള്ളേരെ തന്നു. അങ്ങനെയാണ് ഇവിടെ കൊയറുണ്ടായത്. 5-6 പിള്ളേരുണ്ടായിരുന്നു. അങ്ങനെയാണ് ചർച്ച് കൊയറായത്. അതാണ് ഞാൻ നേരത്തെ പാടിയ വിണ്ണലിക്കന്നെ. കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ കതിര് കാണാ കിളിഞ്ഞ ആ പാട്ടിലേക്കായിരുന്നു ഈ പാട്ട്. ഇപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ പിള്ളേരെ. ഉണ്ട്. അതെങ്ങനെ സാധിക്കുന്നു? കീർത്തനങ്ങളൊന്നും മറന്നിട്ടില്ല, സ്വരങ്ങളും സപ്തസ്വരങ്ങളും ഗീതങ്ങളും ഒന്നും മറന്നിട്ടില്ല. എന്നെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് കണ്ടുകൊണ്ട് എനിക്ക് ഒരു ചെറിയ കീർത്തനത്തെ ആലപിച്ചു തരാമോ? പദനി പനിത പദ പമകരി ഗമ പ
മപദ നി സരി സനി സ സ തകരി രി സനി സരി സ സ സാനി നി ദ പ ദ പ മ പ പ ദ പ പ മ ഗ മ ഗരി സാനി ദ പ മ പ ദ നി സ. നന്നായിരുന്നു. വേറെ സ്വരങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. സ്വരങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ പാടാനുള്ള ആരോഗ്യത്തിന്റെ പ്രശ്നമുണ്ട്, മനസ്സിലായി. എങ്കിലും പ്രേക്ഷകർക്ക് വളരെയധികം പ്രോത്സാഹനജനകമാണ്. വളരെയധികം പ്രായമായ മനുഷ്യരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇത് കേട്ടിരിക്കുമ്പോൾ എനിക്കും ആകാമായിരുന്നല്ലോ, ഞാൻ പണ്ട് പാട്ടുകാരിയായിരുന്നു, ഇപ്പം അനങ്ങാതിരിക്കുന്നവരെ കാണുവേ, അവർ ചിലപ്പോൾ പാടാൻ തുടങ്ങിയെന്ന് പറയാം അതൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്കറിയേണ്ടത് ഈ ടീച്ചറിനെ ഇങ്ങനെ ഈ സംഗീത ലോകത്ത് ജീവിച്ചപ്പോഴേ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിക്കുന്ന ഏതെങ്കിലും സംഭവങ്ങളുണ്ട്? ഈ അരങ്ങേറ്റത്തിന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്തൊക്കെയാണെന്ന് 14 പിള്ളേരുണ്ടായിരുന്നു അന്ന്. 14 പിള്ളേരും കൂടെ ഒന്നിച്ച് എന്നിട്ട് എന്താ സന്തോഷം തോന്നാൻ കാരണം? ഒരു തെറ്റുമില്ലാതെ നല്ല അഭിപ്രായത്തോടു കൂടി തന്നെ ഞങ്ങൾ അല്ല അതിനോടുകൂടി തന്നെ പിള്ളേരൊക്കെ ഒരുപാടായി ഇവിടെ പഠിക്കാൻ. ഇവിടെ സ്റ്റുഡൻസും ഒത്തിരി വരാൻ തുടങ്ങി. വാസ്തവത്തിൽ ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിരുന്നത് ഈ സാധാരണ ജീവിതത്തിൽ പ്രാരാബ്ദമൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കലയുമായിട്ട് മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമാണ്. എന്നാൽ ടീച്ചർ അങ്ങനെയല്ല, ഈ മക്കളുടെ കാര്യങ്ങളും അതുപോലെ തന്നെ ബന്ധുക്കളുടെ കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ഈ സംഗീതം പഠിപ്പിക്കുന്ന കാര്യത്തിൽ എപ്പോൾ നോക്കിയാലും ടീച്ചർ ഇങ്ങനെ പോകുന്നത് കാണാം. ശരിയല്ലേ? പലയിടത്തും പോകുമായിരുന്നു. ഒന്നിനും ഒരു മുടക്കവും വന്നിട്ടില്ല. അപ്പോൾ 1-2 സ്ഥലങ്ങളൊന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ പോയിക്കൊണ്ടിരുന്ന EMSന്റെ അവിടെ ഒരു 4-5 പിള്ളേരുണ്ടായിരുന്നു. ബുധനും ശനി അവിടെ പോകും. പിന്നെ വേറെ അവിടെ പോകും. പിന്നെ തത്തമ്പള്ളി ഭാഗത്തൊരു കുറച്ച് പിള്ളേരുണ്ട്. പുന്നപ്പുറത്തന്നെ വേറെയുണ്ട്. പാതിരപ്പള്ളി ആ ഭാഗത്ത്. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം തന്നെ 2 സ്ഥലത്തൊക്കെ പോകുമല്ലേ? 2 അല്ല 3-4 സ്ഥലത്ത് പോകും. 3 സ്ഥലത്ത് പോകുമായിരുന്നു. അത് ശരി. രാവിലെ 2 സ്ഥലത്ത്, വൈകുന്നേരം 2 സ്ഥലത്ത്, 4 സ്ഥലത്ത് ഒരു ദിവസം പോകുമായിരുന്നു. നല്ലപോലെ പൈസ. എനിക്കൊരു ക്ഷീണവും ഇല്ല. ഇവിടെ വന്ന് ഇവിടുത്തെ ജോലിയും ചെയ്യും. ഇവിടെ വേറെ അന്ന് എന്തൊരു കുഞ്ഞുങ്ങളാണ്. വീട്ടിലെ കഞ്ഞി വെക്കണം, കറി വെക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. പിന്നെ അമ്മായി ഉണ്ടായിരുന്നു സഹായിക്കാൻ. അപ്പൻ്റെ പെങ്ങള് നാത്തു നല്ലപോലെ സഹായിക്കുമായിരുന്നു. അതൊരു ഉപകാരമായി. ചിന്നമ്മ. പിന്നെ ഈ ചർച്ച് പോരിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് പൂങ്കാവന തീർത്ഥാടന കേന്ദ്രമാണല്ലോ. ഇവിടെ 5:30 മണിക്ക് പള്ളിയിൽ പോകണം. എല്ലാ ദിവസവും പോകും? എല്ലാ ദിവസവും കുർബാനയ്ക്ക് ഞാനല്ലേ വായിച്ചു കൊടുക്കുന്നത്. എല്ലാ കുർബാനയ്ക്കും ഞാൻ തന്നെയാണ്. വേറെ അവിടെ ആരും ഇല്ല. രാവിലെയുള്ള കുർബാന, വൈകുന്നേരമുള്ള കുർബാന, ഇതിനിടയ്ക്ക് നൊവേന, ഇതൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ 3:30 പോകുന്നു. ബുധനാഴ്ച അവസാപിതാവിൻ്റെ നൊവേനയുണ്ട് അന്ന് ഇവിടെ. ആ സമയത്ത് അച്ഛൻ പറഞ്ഞാൽ അത് പോയിക്കോ, കുഴപ്പമില്ല. അങ്ങനെ അവിടുന്ന് നടന്ന് ഓടിയാണ് ഇവിടെ വരുന്നത്. ചിലപ്പോൾ ബസ് കിട്ടുകയല്ല, ബസ് കാത്തു നിൽക്കത്തുമില്ല. ഇടവഴി കൂടെ ഓടിയാണ് വന്ന് പള്ളിയിലോട്ട് ഈ ബാഗ് ഇവിടെ വലിച്ചെറിഞ്ഞിട്ട്. 12 മക്കളും അപ്പൻ വളരെ കഷ്ടപ്പെട്ട് വളർത്തി. ആ സമയത്ത് ഇത്രമാത്രം പള്ളിയോടൊക്കെ ബന്ധം വരാൻ കാരണം എന്താണ്? അതിന് സഹായകമായ കാര്യം എന്താണ്? എൻ്റെ അമ്മ ഭയങ്കര ഭക്തയായിരുന്നു. പള്ളി പോകാതെ അമ്മച്ചി സമ്മതിക്കത്തില്ലായിരുന്നു. എൻ്റെ അമ്മയുടെ പേര് തങ്കമ്മ. എല്ലാ മക്കളെയും വളരെ അനുസരണയോടുകൂടി തന്നെ വളർത്തി. ദിവസം പള്ളി പോകും, അല്ലാതെ സമ്മതിക്കത്തില്ല. അതുപോലെ തന്നെ 53 മണി ജപം ചെല്ലണമെങ്കിൽ മുട്ട തന്നെ നിൽക്കണം, ഇരിക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ വളർന്നത്. ഈ പരിശുദ്ധാത്മാവുമായിട്ട് ഇത്ര ബന്ധം വന്നാണ് പറഞ്ഞല്ലോ. പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥന എന്നൊരിക്കൽ പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന ഭയങ്കര അനുഗ്രഹമാണെന്നാണ് അമ്മച്ചി പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത് സത്യം തന്നെയാണ്. പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ഒരു ഇതില്ല. എല്ലാത്തിനും ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കും, എല്ലാ ദിവസവും മുടങ്ങാതെ. ഇപ്പോഴും സൗകര്യം കിട്ടുമ്പോഴൊക്കെ എനിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. നീതിബോധം തരുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. സമൃദ്ധമായി ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. പ്രപഞ്ചത്തിന് മീതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. സൗളിന് ശക്തി കൊടുത്ത പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. സാംസന് ശക്തി കൊടുത്ത പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. അങ്ങനെ ചൊല്ലും. കാണാതെ അറിയാല്ല. അതൊരു അനുഗ്രഹമാണല്ലേ?
ടീച്ചർ എന്നാണ് ഈ പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയതെന്ന് പറയാമോ? പഠിപ്പിക്കാൻ തുടങ്ങിയത് എനിക്ക് ഒരു 12 വയസ്സായപ്പോഴാണ് പഠിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇത്രയും കൊല്ലത്തിനുള്ളിൽ പല പിള്ളേരും പല വിധത്തിൽ ഉയർന്നു കാണുമല്ലോ. അതിന് മനസ്സിൽ തങ്ങി നിൽക്കുന്ന 1-2 സംഭവങ്ങളൊന്ന് പറയാമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? ഫസ്റ്റ് പഠിച്ച പിള്ളേരൊക്കെ ഉണ്ട്. അവർക്ക് പഠിപ്പിച്ച ആളാരാണെന്ന് പറയാൻ അവർക്കൊരു മടി. അത് കുഴപ്പമില്ല, നമുക്കറിയാമല്ല. വേറെ ഐഡിയ സ്റ്റാർ സിംഗിലൊക്കെ പാടിയ പിള്ളേരുണ്ട്. അവർക്കും ഇതുപോലെ കിട്ടിയിട്ട് അവരും ഈ പൂങ്കാവിലെ ചർച്ച ഉയർ തുടങ്ങിയ കാര്യം പറഞ്ഞല്ലോ. നമുക്കൊരു 2-3 പാട്ട് ഒന്ന് പാടിയാലോ? അതിനുള്ള ടീച്ചറിന് പാടാൻ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. മകള് റാണി ടീച്ചർ കൂടെ ഉണ്ടല്ലോ. അതോടൊപ്പം തന്നെ വലിയൊരു പാട്ടുകാരനായ മോനിച്ചനൊക്കെ ഉണ്ട്. ഓർഗൻ വായിക്കാനായിട്ടും ബോബച്ചൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് നമുക്ക് പഠിച്ചാലോ? ടീച്ചറിന് പാടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പാടിക്ക്, അവര് പാടട്ടെ. അവര് ആലപ്പുഴ പൂങ്കാവിടെ വകയിലെ ദുഃഖവെള്ളിയാഴ്ചത്തെ തീർത്ഥാടനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും പുതിയ പാട്ടുകളാണ് പാടിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ബോബി ജോസച്ചൻ്റെ പിതാവായ ജോസ് പി കട്ടുകാട് രചിച്ചതും അതോടൊപ്പം തന്നെ മറ്റു പലരും രചിച്ച പാട്ടുകൾ വരാറുണ്ട്. ഇത് ആദ്യകാലത്ത് ഈ പാട്ടുകളെല്ലാം നയിച്ചത് വർഗീസേട്ടനും ഈ ടീച്ചറും കൂടെയാണ്. ഒരു ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് നയിച്ചിട്ടുള്ള പല പാട്ടുകളുണ്ട്. അതിലൊന്ന് നമുക്ക് ശ്രമിക്കാം. ജീവേശ വരുന്നു തവ കുരിശിൻ വഴി പോരുവാൻ എൻ ദൈവമേ കൊതിക്കുന്നിതൻ മാനസം. ജീവേശ തവ കുരിശിൻ വഴി പോരുവാൻ എൻ ദൈവമേ കൊതിക്കുന്നിതൻ മാനസം. ജീവേശ വരുന്നു കൈതവലേശം യേശാത്ത നിന്നെ കൈവിലങ്ങിട്ടു കറയുള്ള കൈകൾ. കൈതവലേശം യേശാത്ത നിന്നെ കൈവിലങ്ങിട്ടു കറയുള്ള കൈകൾ. കാണുക മനുജ നീ നിന്റെ വീണകൾ. ജീവേശ തവ കുരിശിൻ വഴി പോരുവാൻ എൻ ദൈവമേ കൊതിക്കുന്നിതൻ മാനസം. ജീവേശ തവ കുരിശിൻ വഴി പോരുവാൻ എൻ ദൈവമേ കൊതിക്കുന്നിതൻ മാനസം. ജീവേശ വരുന്നു ടീച്ചറെ, നമ്മളേതായാലും ഈ നാട്ടുകാർ തന്നെയാണല്ലോ. ഞാൻ മൂത്ത മകനെ കുറിച്ച് കേട്ടിരിക്കുന്നത് ആദ്യകാലത്ത് കൊച്ചിനെന്തോ അസുഖമൊക്കെ വന്ന് തളർന്നു കിടന്നൊക്കെ കേട്ടിരിക്കുന്നത്. ആ സംഭവം എന്ന് പറഞ്ഞാലേ അതിൽ ദൈവത്തിൻ്റെ ശക്തമായൊരു ഇടപെടൽ ഈ ഭവനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് അഭിമാനത്തോടെ ഒന്ന് പറഞ്ഞേ. കർത്താവ് ചെയ്ത അത്ഭുതകരമായ കാര്യം. എൻ്റെ മകനൊരു 11 മാസമായപ്പോൾ ഒരു ചെറിയ പനി വന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് ഒരു കുറവുമില്ല. ഞാൻ കാലെടുത്തിങ്ങനെ നോക്കിയപ്പോൾ കാല് പൊങ്ങിയിരിക്കുന്നില്ല. ഇപ്പം നമ്മുടെ തങ്കച്ചിയില്ലേ, യൂസ് വൈദ്യരുടെ മകൾ പ്രൊഫസർ, അവരിതിലേ പോയപ്പോൾ ഞാൻ വിളിച്ച് കാണിച്ചു. തങ്കച്ചി എൻ്റെ മകൻ കിടക്കുന്ന കണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് കാണിച്ചപ്പോൾ തങ്കച്ചി ഒന്ന് നോക്കിച്ച് പറഞ്ഞു, എടോ ഇത് പോളിയോ എന്ന് പറഞ്ഞ രോഗമാണ് കൊച്ചിന്, ഇതിന് എളുപ്പം ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉത്തമ ഡോക്ടറെ കൊണ്ട് കാണിച്ച് പെട്ടെന്ന് ഞാൻ അപ്പം തന്നെ പോയി കൊണ്ട് കാണിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞു ഇവിടെ ഒരു 10-16 ദിവസം കിടക്കണം, 16 ദിവസം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റാക്കി. ഞങ്ങൾ അവിടെ കിടന്നു. 17-ാമത്തെ ദിവസം ഇവിടെ തിരിച്ച് വന്നു. അങ്ങനെ കുറച്ച് നാളിങ്ങനെ കഴിഞ്ഞ്. കൊച്ചു നടക്കുന്നില്ല. കൊച്ചി കിടപ്പ് തന്നെ, എണ്ണീറ്റ് ഇരിക്കുന്നുമില്ല. അങ്ങനെ അവനെയും കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരോ വന്ന് എന്നോട് പറഞ്ഞിങ്ങനെ
പൊള്ളത്തൈ പള്ളിയിൽ ഒരു അത്ഭുതം നടക്കുന്നുണ്ട്. താൻ ഇതിനെ കൊണ്ട് 13 ആഴ്ച നടന്നു പോകാമെന്ന് നേർച്ച നേർന്നാൽ മതി. 6 കിലോമീറ്റർ. ആ, അങ്ങനെ എൻ്റെ കാലിൽ നെറ്റിക്കും കാലിൻ്റെ വെള്ളയിൽ ഞാൻ നിറയെ കുരിശിട്ട് നേർച്ച നേർന്ന് പോയി. അങ്ങനെ ചെന്ന് 3-ാമത്തെ ദിവസം വെള്ളം വേണമെന്ന് പറഞ്ഞു. ഇവൻ അങ്ങനെ പറയുന്നതല്ല. അങ്ങനെ അടുത്ത ഒരു ചായക്കട കയറി പാലും വെള്ളം മേടിച്ച് കൊടുത്ത് പിന്നെ ആശുപത്രി അവിടെ ചെന്ന് നൊവേന കൂടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ശ്രദ്ധ മുഴുവനും പള്ളി അങ്ങോട്ടാണ്. ഇവനെ ഞാൻ കയ്യിലെടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് നോക്കി നിന്ന് പ്രാർത്ഥിക്കുകയും കരയുകയെല്ലാമാണ്. ഇങ്ങനെ പോയല്ല എന്നുള്ള വിഷമം. നടക്കാതെ കുഞ്ഞിനെ എന്തിനാണ്. അങ്ങനെ ഇങ്ങനെ ചവിട്ടി ഇതുപോലെ തന്നെ കയറിയപ്പോഴാണ് കൊച്ചു ഇങ്ങനെ കയറിയല്ലെന്ന് ഓർത്ത് ഞാൻ പൊട്ടി കരഞ്ഞു പോയി. ഉറക്കെയാണ് കരഞ്ഞത്. ഇങ്ങനെയാണ് അവരെല്ലാവരും കൂടെ പരിസരത്തും അടുത്തുനിന്നവരെല്ലാവരും കൂടെ ഓടി വന്നു. അപ്പോൾ അച്ഛനെ വിളിപ്പിച്ച് അച്ഛനും വന്ന് ആ കപ്പ്യാരും വന്നു. അപ്പോൾ കപ്പ്യാരോട് പറഞ്ഞു ഒരു കുപ്പി വെള്ളം എടുത്തുകൊണ്ട് പോവാ. ആ, ഒരു കുപ്പി വെള്ളം എടുത്തുകൊണ്ട് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുപ്പിക്കകത്ത് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നു തന്നു വെച്ചും അച്ഛൻ എന്നോട് പറഞ്ഞു ഇതിനകത്ത് കുളിപ്പിക്കാൻ വെച്ചിരുത്തി വെള്ളം ഒഴിച്ചവന് ഈ വെള്ളം ഒഴിച്ച് കുളിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അവിടെ നിന്ന് നടന്ന് തോളയിൽ കിടന്ന് അവൻ ഉറങ്ങിപ്പോയി. തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. കുളിപ്പിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം തുടങ്ങി ഇച്ചിരി മാറ്റം വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. 13 ആഴ്ചയായപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കൂടെ നടന്നു വന്ന് 13 ആഴ്ച ഞങ്ങൾ അച്ഛനെ ചെന്ന് കണ്ട് അച്ഛൻ തലയെ പിടിച്ച് ആശീർവദിച്ച് നീ മിടുക്കനാവോടാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അനുഗ്രഹിച്ചാണ് അന്ന് വിട്ടത്. ആ മകനാണ് ഇപ്പം അനേകം പിള്ളേർക്ക് ഹിന്ദി പഠിപ്പിച്ചാൽ ഒറ്റ മനുഷ്യൻ തോക്കാത്ത മകൻ അല്ലേ? ഒറ്റ പിള്ളേരെ തോക്കത്തില്ല പഠിപ്പിച്ചാൽ. എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ പ്രാർത്ഥന. രാജസാറിനെ കുറിച്ച് എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. ആ മകൻ തോറ്റുള്ള പിള്ളേരെ പോലും കൊണ്ട് ചേർത്താൽ അവർ ജയിച്ചിരിക്കും. അതാണ് ആ കൊച്ചിൻ്റെ പ്രത്യേകത അല്ലേ? ഓക്കെ, അത് ഔസേപ്പിതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ്. കുരിശേ വരാം നിൻ നിഴൽ പോലെ ഞങ്ങൾ മിഴിനീരലയോടെ. കുരിശേ വരാം നിൻ നിഴൽ പോലെ ഞങ്ങൾ മിഴിനീരലയോടെ. വഴി പതറാത്ത വഴി കാട്ടിയല്ലോ കുരിശേ ജയിച്ചാലും. വഴി പതറാത്ത വഴി കാട്ടിയല്ലോ കുരിശേ ജയിച്ചാലും. കുരിശേ ജയിച്ചാലും. കുരിശാമടിയേറെ വീണ്ടു കൊണ്ടിടാൻ കുരിശിൽ കണ്ടു സാഫല്യം. കുരിശാമടിയേറെ വീണ്ടു കൊണ്ടിടാൻ കുരിശിൽ കണ്ടു സാഫല്യം. അനഘനതുല്യൻ അനുപമദിവ്യൻ വിമലരിൽ വിമലൻ വിലങ്ങുകളേറ്റു. അനഘനതുല്യൻ അനുപമദിവ്യൻ വിമലരിൽ വിമലൻ വിലങ്ങുകളേറ്റു. കുരിശേ വരാം നിൻ നിഴൽ പോലെ ഞങ്ങൾ മിഴിനീരലയോടെ. വഴി പതറാത്ത വഴി കാട്ടിയല്ലോ കുരിശേ ജയിച്ചാലും. വഴി പതറാത്ത വഴി കാട്ടിയല്ലോ കുരിശേ ജയിച്ചാലും. കുരിശേ ജയിച്ചാലും.
മക്കളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കുക. ഇതൊരേ ഒരു മകൻ രാജു. അദ്ദേഹമാണ് സൗഖ്യം കിട്ടിയ ആൾ. ഇത് അവൻ്റെ ഭാര്യ ജാൻസി. അതെൻ്റെ മകള്, ഒരേ ഒരു മകള് റാണി. പ്രിയമുള്ളവരെ, നമ്മൾ ഇത്രയും സമയം ഈ പ്രോഗ്രാമിൽ 86 വയസ്സുകാരിയായ ലുസ്യാമ്മ ടീച്ചറിനെ കേൾക്കുകയായിരുന്നു. തൻ്റെ 12 വയസ്സിൽ ആരംഭിച്ച സംഗീത പഠിപ്പിക്കുന്ന ശൈലി, അതിനേക്കാളൊക്കെ ഏറെയായി ടീച്ചറിൻ്റെ ജീവിതത്തിലെ പലതവണ ദൈവത്തിൻ്റെ മനോഹരമായ ഇടപെടലുകൾ നമ്മൾ കണ്ടു. മോന് ഒരിക്കലും സുഖപ്പെടാൻ സാധ്യതയില്ലാത്ത പോളിയോ എന്ന രോഗം വന്നതിൻ്റെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ച് പരിപൂർണ സൗഖ്യം നേടിയ സംഭവം. അതോടൊപ്പം തന്നെ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കുരിശിൻ്റെ വഴിയിൽ ഗാനങ്ങൾ ആലപിച്ചത്. ഈ കുടുംബം മുഴുവൻ ഗാനങ്ങളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന, സഭയെ ശുശ്രൂഷിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. നമ്മുടെയും കുടുംബങ്ങളിലെ മാതാപിതാക്കൾക്ക് കിട്ടുന്ന കഴിവുകൾ, സിദ്ധികൾ മക്കളിലേക്ക് പകരുവാൻ ഈ എപ്പിസോഡ് ഏറെ സഹായകമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ മറ്റൊരു സന്ദേശവുമായി മറ്റൊരു കുടുംബത്തെ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.